മസാല ബോണ്ടിൽ എന്താണ് ഉപാധി എന്ന് ചോദിക്കുകയായിരുന്നു. അതെ അതെ അതെ, അങ്ങയോടാണ്. സോറി, മസാല ബോണ്ടിൽ എന്താണ് ഉപാധികൾ എന്ന് ചോദിക്കുകയായിരുന്നു. ഉപാധികളുണ്ടോ? പ്രതിപക്ഷം ചോദിച്ച ചോദ്യമാണ് ശ്രീ തോമസ് ഐസക്. മസാല ബോണ്ടിന്റെ പ്രത്യേകത, അത് ഡോളറിലല്ല നിക്ഷേപം. ആ നിക്ഷേപം ഇന്ത്യൻ രൂപയിലാണ്. നിക്ഷേപിക്കുന്നത് ഡോളറായിട്ട് തിരിച്ചു കൊടുക്കേണ്ട, രൂപയായിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ പ്രവാസികളാണ് നിക്ഷേപിക്കുക. പക്ഷേ ഇന്ത്യയിൽ പെൻഷൻ ഫണ്ടിന് തുടർന്നും നിക്ഷേപം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ രൂപയെ തന്നെ തിരിച്ചെന്നാൽ മതി എന്ന് അവർ തീരുമാനിക്കാം. പക്ഷെ എൻ്റെ വാദം അതല്ല കേട്ടോ. ഈ ലാവ്ലിനെ കേരളത്തിലെ മുഴുവൻ ജലവൈദ്യുത പദ്ധതികളുടെയും മെയിൻ്റനൻസിനും പുനരുദ്ധാരണത്തിനും വേണ്ടി കരാറിട്ട് കൊടുത്തത് കാർത്തികനാണ് കേട്ടോ. പിണറായി വിജയൻ ചെയ്ത ഏക കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് റദ്ദാക്കി. ഒരു കേസിലൊഴികെ, പന്നിയാർ ശങ്കുളം പള്ളിവാസൽ. എന്തുകൊണ്ടാ? ആ കരാർ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. അത് റദ്ദാക്കി കഴിഞ്ഞാൽ അത് കേസായിട്ട് മാറും, ആ പദ്ധതി ആകെ തടസ്സപ്പെടും. അതുകൊണ്ട് അത് മുന്നോട്ട് പോകട്ടെ, ബാക്കി മുഴുവൻ ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് പിണറായി വിജയന്റെ അഴിമതിയാണിത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അസാമാന്യ തൊലിക്കെട്ടി തന്നെ വേണം. പക്ഷേ ശ്രീ തോമസ് ഐസക്, ഒരു കാര്യം, ഇപ്പോൾ ED വേട്ടയാടുന്നു, ഒരു രാഷ്ട്രീയ നീക്കമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും അങ്ങ് നേരത്തെയും പ്രതികരിച്ചാണ്, പല തെരഞ്ഞെടുപ്പ് സമയത്തായി ഇങ്ങനെ ED വരുന്ന സാഹചര്യം അങ്ങ് വിശദീകരിച്ചു. പക്ഷേ അങ്ങനെ വരുന്നുണ്ടെങ്കിലും നോട്ടീസ് നൽകുക എന്നതിനപ്പുറം, അല്ലെങ്കിൽ ഒന്ന് അന്വേഷണം നടക്കുകയാണെന്ന് തോന്നിക്കുന്നതിനപ്പുറം പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇതാണ് പ്രതിപക്ഷം പറയുന്നത്. ഇപ്പോൾ ലാവിൻ കേസാണെങ്കിലും ഇതുവരെ ഇല്ലാത്ത വിധം എത്ര കാലമായി നീട്ടിവെക്കുന്നു. ഇത്രയും നീട്ടിവെച്ച മറ്റൊരു കേസുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ സാധ്യത കുറവാണ്. പിന്നെ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസാകട്ടെ, മാസപ്പടി കേസാകട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരുവന്നൂർ നോട്ടീസാകട്ടെ, എല്ലാം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്നു, കുറച്ചു നേരം ഒരു വാർത്തയാകുന്നു, പിന്നെ അതങ്ങ് മടങ്ങുന്നു. അപ്പോൾ ആ മടങ്ങുന്നത് ഒരു ഒത്തുതീർപ്പാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. ഞാൻ റീഡ് ചെയ്യുക എങ്ങനെയെന്ന് അറിയാമോ? ഈ കേസിൽ കിഫ്ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് നടക്കുന്ന സ്ഥാപനമാണ്. തങ്ങളുടെ പ്രവൃത്തിശീലം കൊണ്ട് ഡൽഹിയിലിരിക്കുന്ന BJP-ക്കാരുടെ ചിന്ത, എവിടെയെങ്കിലും തപ്പിയാൽ എന്തെങ്കിലും തടയും. ഒരഴിമതിയില്ലാതെ ഈ കാര്യം ഇങ്ങനെ നടക്കുമോ? അതുകൊണ്ടാണ് റോവിങ് ഫിഷിംഗ് എക്സ്പെഡീഷന് വേണ്ടി അവർ വരണത്. എവിടെയാണ് പിടിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ അവരുടെ ഉറച്ച വിശ്വാസം ഇതിലെന്തോ എവിടെയോ അഴിമതി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ ED മേൽ വലിയ പൊളിറ്റിക്കൽ സമ്മർദ്ദമാണ്. എന്തെങ്കിലും പെർഫോം ചെയ്യണം, പിടിക്കണം. അതുകൊണ്ട് ED ഓരോ നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസിനൊന്നും യാതൊരു സാധ്യതയില്ലെന്ന്. എനിക്ക് 7 തവണ കോടതിയിൽ പോയിട്ട് സ്റ്റേ തന്നില്ലേ? ഓരോ തവണയും ലളിതമായൊരു ചോദ്യം, എന്തിനു വേണ്ടിയാ വിളിക്കുന്നത്? എന്ത് ചോദ്യത്തിന് ഉത്തരം പറയാൻ? എന്താ എൻ്റെ റാഷണൽ? മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ശരി. അപ്പോൾ ഇപ്പോൾ ഈ ഇലക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ അതങ്ങ് വിട്ടു. അന്വേഷണം ഞാൻ ചെന്നില്ലെങ്കിലും അന്വേഷണം അങ്ങ് തീർത്തു. എന്നിട്ട് ഇപ്പോൾ പുതിയ ഒരു ചാർജ് ഷീറ്റ് പോലെ അഡ്ജുഡിക്കേറ്റർ കൊടുത്തിരിക്കുകയാണ്. അതിൽ പറയുന്നത് എന്താണ്? അതിൽ പറയുന്നത് ഫണ്ട് വിനിയോഗത്തിൽ പറയുന്ന പ്രശ്നം വന്നിരുന്നു. ഒരു സ്ക്രൂട്ടിനിക്ക് പോലും നിലനിൽക്കാത്ത കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് വായിക്കാം, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വായിക്കാം. ഞാൻ വായിക്കുന്നത് ഇങ്ങനെയാണ്: രാഷ്ട്രീയ ജന്മാനന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ 1 ലക്ഷം കോടി രൂപയുടെ പണമിടപാട് നടത്തിയിട്ട് അതിൽ നിന്ന് ഒരഴിമതിയില്ലെന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും കാണുന്നും പറഞ്ഞ് തപ്പിക്കോട്ടെ. പക്ഷേ ഇതിൽ ഉള്ള വലിയ കൂടിയ പലിശയെക്കുറിച്ചൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. 9.723% പലിശ. അതിലും കുറഞ്ഞ പലിശയ്ക്ക് ഇവിടെ കിട്ടുമായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ലണ്ടനിലേക്ക് പോയത് എന്ന ചോദ്യമാണ്. ഇത്രയും പലിശ വരുമ്പോൾ മുതലും പലിശയുമായി പിന്നെ അടയ്ക്കേണ്ടത് 3795 കോടിയാണ്. അപ്പോൾ വലിയ ബാധ്യത ജനത്തിനു മേൽ വെക്കുന്നു എന്നുള്ളതാണ്. ബാധ്യതയൊന്നും ജനങ്ങളുടെ മേലില്ല കേട്ടോ. ആ പണം മേടിച്ചതും അതിൻ്റെ പലിശയെല്ലാം തിരിച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ
ഈ പലിശ എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ വായ്പ എടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പലിശ. അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ നിയമസഭയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുള്ള മറ്റു മസാല ബോണ്ടുകളുടെ പലിശ നിരക്കേക്കാൾ താഴ്ന്നതാണ് ഈ പലിശ നിരക്ക്. 2, കിഫ്ബി ആ സന്ദർഭത്തിൽ ഇന്ത്യയിൽ കോട്ട് ചെയ്തിട്ടുള്ള ബോണ്ടുകൾക്ക് ആവശ്യപ്പെട്ട പലിശ നിരക്കിനേക്കാൾ താഴ്ന്നതായിരുന്നു ഈ പലിശ നിരക്ക്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1.25% എന്നൊക്കെ പറയുന്നത് ഡോളർ നാണയത്തിൽ ഉള്ള ബോണ്ടുകളിലാണ് ഈ 1.25% വരുന്നത്. അപ്പോൾ കോമ്പറ്റിറ്റീവായിട്ടുള്ള ടെൻഡറിൽ ഏറ്റവും താഴ്ന്ന പലിശ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബോണ്ട് വിറ്റിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചേക്കാം, ഈ 2000 കോടി എടുക്കാതെ നമുക്ക് ഇന്ത്യൻ തന്നെ മതിയായിരുന്നില്ലേ? ഒരു പ്രധാനപ്പെട്ട പങ്ക് ഇതിനുണ്ട്. എന്തത്? ഇത്തരം ഒരു മാർക്കറ്റിൽ ബോണ്ടിറക്കി പണം സമാഹരിക്കാൻ ചെറിയ കഴിവ് പോരട്ടോ. 2 റേറ്റിംഗ് ഏജൻസികൾ റേറ്റിംഗ് നടത്തി സർട്ടിഫിക്കറ്റ് നൽകണം. നിങ്ങൾ അന്തർദേശീയ മാർക്കറ്റിൽ റോഡ് ഷോ ഒക്കെ നടത്തി ആളുകളോട് വിസ്തരിക്കാനുള്ള കേപ്പബിലിറ്റി വേണം. ഇതൊക്കെ ഇങ്ങനെയുള്ള മികവുകൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മസാല ബോണ്ട് വിദേശത്ത് വിറ്റ് പണം സമാഹരിക്കാനാവും. 2000 കോടിയുള്ളൂ കേട്ടോ ഈ 1,00,000 കോടിയിൽ. പക്ഷേ ഈ 2000 കോടി എടുത്തത് ഇന്ത്യൻ മണി മാർക്കറ്റിൽ കിഫ്ബിക്കുള്ള പ്രസ്റ്റീജ് ചെറുതല്ല കേട്ടോ. നിങ്ങൾക്കിതിൻ്റെ വലിപ്പം മനസ്സിലായിട്ടില്ല. ഈ 1,00,000 കോടി രൂപ സമാഹരിച്ച് കേരളത്തിൽ മുടക്കുക എന്ന് പറയുന്ന ഒരു സാഹസം ഉണ്ടല്ലോ. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇതുവരെ ചിന്തിക്കാൻ പറ്റാതിരുന്നൊരു കാര്യം ഇത്രയും വലിയ തുക കേരളത്തിന് സമാഹരിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതെ, മണി മാർക്കറ്റിനോട് കേരളം കിഫ്ബി പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള മണി മാർക്കറ്റിലൊക്കെ വിലപേശി ഈ പണം സംഭരിക്കാൻ കഴിവുണ്ട്. Here is a new player in the Indian money market. ഇത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ വർഷാവസാനമാകുമ്പോൾ ബാങ്കുകൾ ഇങ്ങോട്ട് വരുമായിരുന്നു, ഞങ്ങൾ ഇന്നൊരു 500 എടുക്ക്, ഒരു 1000 എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയൊക്കെ കാണണം, കുറച്ച് ഭാവനയൊക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ശരി, വളരെ വളരെ നന്ദി ശ്രീ തോമസ് ഐസക് ഈ സമയത്ത് നമ്മളോട് പ്രതികരിച്ചതിന്, ഇത്ര നേരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന്. Debate with Smriti Parithikar.